നമസ്കാരം. നമുക്കിനി മൂന്നാമത്തെ വല്ലിയിലേക്ക് പോകാം. രണ്ടാമത്തെ വല്ലിയിൽ നമ്മൾ കണ്ടു ശ്രേയസിൻ്റെ മാർഗം പിന്തുടരുന്നവൻ തനിക്ക് ശ്രേയസ് വേണമെന്ന് ആഗ്രഹിച്ച് അവിദ്യയെ കളഞ്ഞ് വിദ്യയുടെ പാതയിലൂടെ വിദ്യയിലൂടെ അവൻ മനസ്സിനെ ത്യജിച്ച് മനസ്സിനെ നിർവീര്യമാക്കി കഴിയുമ്പോഴേക്കും, മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴേക്കും ആത്മാവിനെ വരിച്ചു കഴിയുമ്പോൾ തനിക്ക് ആത്മാവ് വേണം, ആത്മാവിനെ അറിയണം എന്ന് അവൻ നിർബന്ധമായ ബുദ്ധിയിലേക്ക് വരുമ്പോഴേക്ക് ആത്മാവ് അവന് സ്വയം വെളിവാകുന്നു എന്നുള്ള കാര്യം നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അങ്ങനെ ആ ആത്മാവാണ് പരമാത്മാവ്, സർവവും അതുതന്നെയാണ്. ഓംകാരത്തിലൂടെ നമ്മൾ അറിയപ്പെടേണ്ടത് ഈ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് അല്പം കൂടി നമുക്ക് ആഴത്തിലേക്ക് പോയി എന്താണ് ആത്മാവ് എന്ന് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി തരുവാണ് ഇവിടെ മൂന്നാമത്തെ വല്ലിയിൽ. ഹൃദം പിബന്ധൗ സുകൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർത്ഥേ ഛായാതപോ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ ഏച ത്രിനാചികേത. അപ്പോൾ നമ്മുടെ ഹൃദയ ഗുഹയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഈ ആത്മാവുണ്ട്, ഈ പരമാത്മാവുണ്ട്, ഈശ്വരന് ഇരിപ്പുണ്ട്. അതിനെ അവർ വളരെ ആലങ്കാരികമായിട്ട് പറയുന്നത് അത് വെയിലും നിഴലും പോലെ ഛായാതപോ എന്നാണ്. ഇല്ലെങ്കിൽ ഒറിജിനലും അതിൻ്റെ ഒരു നിഴലും. അപ്പോൾ മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ, രണ്ട് പക്ഷികൾ, അതിൽ ഒന്നും ഭക്ഷിക്കുന്നില്ല, പക്ഷെ അവൻ വളരെ ശക്തനാണ്. എന്നാൽ മറ്റൊന്ന് അവന് മറ്റൊരു പക്ഷി, അതിൻ്റെ സുഹൃത്തായിട്ടുള്ള പക്ഷി എല്ലാം ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ അവൻ വളരെ വീക്കാണ്, അവൻ ബലമില്ല, അവന് അത്ര ബലമില്ല. അപ്പോൾ ഈ കർമ്മഫലത്തെ എല്ലാം അനുഭവിക്കുന്ന ജീവൻ ഈ യാതൊരു ഫലത്തെയും അനുഭവിക്കാൻ സാക്ഷിയായിട്ടിരിക്കുന്ന ആത്മാവ്, ഈശ്വരൻ പരമാത്മാവ്, ആ ആത്മാവിൻ്റെ നിഴലാണ് ഈ ജീവൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് ഒരു പ്രതിബിംബം, ഒരു ഷാഡോ. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ശരിക്കുള്ള ആ ശക്തി, അത് ആത്മാവ്, അതിൻ്റെ നിഴലായിട്ട് ഇരിക്കുന്ന ജീവാത്മാവ്. ഇതാണ് നമ്മുടെ ശരീരം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി, അതാണ് അതിൻ്റെ സ്വഭാവമെന്ന് അറിവുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ യസ് സേതുരീജ് ജാനാനാം അക്ഷരം ബ്രഹ്മയത് അഭയം തിതീർഷതാം പാരം നാചികേതം ശക്കേമഹി. അപ്പോൾ അക്ഷരബ്രഹ്മത്തെയും അപരബ്രഹ്മത്തെയും, ഇപ്പോൾ സ്വർഗപ്രാപ്തിക്ക് ആശ്രയമായിട്ടുള്ള അപരബ്രഹ്മത്തെ, നമ്മൾ കർമ്മമാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ അപരബ്രഹ്മത്തിലേക്ക് എത്തുക. എന്നാൽ നമ്മൾ ജ്ഞാനികൾ ആത്മജ്ഞാനം വെളിവാകുന്നതോടുകൂടി അവർ പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. ഇനിയിപ്പോൾ ഇവനൊരു കുട്ടിയാണ്, ഇതൊക്കെ പറയുമ്പോൾ ഇവന് വല്ലതും മനസ്സിലാവുമോ? അപ്പോൾ നചികേതസിനെ അദ്ദേഹം ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ അവനൊരു മോഡൽ എടുത്ത് കാണിച്ചു കൊടുത്തു, ഒരു തേരിൻ്റെ ഒരു മോഡൽ. മോനെ ഈ തേർ നോക്കൂ,
ഈ തേരിൻ്റെ ഓണർ, ഉടമസ്ഥൻ, അത് ആത്മാവാണെന്ന് കരുതുക. ഈ തേര് ഇതാണ് നമ്മളുടെ ശരീരം. ഇതിലെ തേരാളി നമ്മുടെ ബുദ്ധിയാണ്, തേരോടിക്കുന്നയാൾ. കടിഞ്ഞാൺ, കുതിരയെ പിടിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ആ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. അപ്പോൾ ആ കുതിരകൾ ഓടിപ്പോകുന്ന വഴികൾ, അതാണ് വിഷയങ്ങൾ. ആത്മാവ് മനസ്സും ഇന്ദ്രിയവും ചേർന്ന് ഈ കർമ്മഫലങ്ങളെയെല്ലാം അനുഭവിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയുന്നു എന്ന് പറയാൻ കാരണം ശരിക്കും ഇവരല്ല ഇത് ചെയ്യുന്നത്. ശരിക്കും ജീവൻ ഇത് ചെയ്യുന്നതായി, ജീവാത്മാവ് ഇതൊക്കെ അനുഭവിക്കുന്നതായി നമ്മൾ കാണപ്പെടുന്നു. ശരിക്കും ആത്മാവല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആഹുർ മനീഷിണ എന്ന് പറയുന്നത്. വിദ്വാൻമാരിങ്ങനെ പറയുന്നു, ആളുകൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആത്മാനം രഥനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാംസ്തേഷു ഗോചരൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിണ. ഗോചരാൻ, തേഷു ഗോചരാൻ. അപ്പോൾ നമ്മൾ അറിവില്ലാത്ത ആളുകൾ, നിയന്ത്രിക്കപ്പെടാത്ത മനസ്സോടുകൂടി ഇരിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങൾ അവർക്ക് വശങ്ങളാകുന്നില്ല. അവർ തോന്നിവാസം പായുന്ന ദുഷ്ട അശ്വങ്ങളായി അവർ തേർ ഓടിക്കുന്നയാൾക്ക്, സാരഥിക്ക് വശഗതമല്ലാതെയായിത്തീരുന്നു. യസ്തു അവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി അവശ്യാനി ദുഷ്ടാശ്വായിവ സാരഥേ. അപ്പോൾ ഇവന് ഈ നചികേതസിന് പറഞ്ഞു കൊടുക്കുകയാണ് ഉദാഹരണമായിട്ട്, മോനെ ഇനി നേരെ തിരിച്ച് ഉണ്ടല്ലോ മോനെ, ഈ അറിവ് ഉള്ള ആൾ, ബുദ്ധി നല്ല ശരിയായിട്ടുള്ള ബുദ്ധി ഉള്ളയാൾ, ബുദ്ധി യുക്തേന മനസ്സ സദാ, അത് നിയന്ത്രിക്കപ്പെട്ട മനസ്സോടുകൂടി, ബാലൻസ്ഡ് ആയിട്ടുള്ള മനസ്സോടുകൂടി ഇന്ദ്രിയങ്ങൾ അങ്ങനെ ഇരുന്നാൽ ഇന്ദ്രിയങ്ങളിന് വശഗതമായിത്തീരും. ഒരു തേരാളിക്ക് നല്ല കുതിരകളെ പോലെ പറയാം. യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വായിവ സാരഥേ. യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാശുചി ന സ തത് പദമാപ്നോതി സംസാരം ചാധി ഗച്ഛതി. മനസ്സിനെ ഇത് തന്നെ പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കാത്തവൻ, അശുചിയായിട്ടിരിക്കുന്നവൻ, അല്ലെങ്കിൽ മനോനൈർമല്യമില്ലാത്തവൻ, വിവേകമില്ലാത്തവൻ, അവിജ്ഞാനവനായിട്ടുള്ള ആൾ ഉള്ളവന്, അവന് ആ വീണ്ടും വീണ്ടും സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങുന്നു. അവനാ പരമമായ മോക്ഷം, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി സതു തത് പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായത്തെ. അതേസമയം വിജ്ഞാനവാനായിട്ടുള്ളവർ, വിവേകിയായിട്ടുള്ളവന് അല്ലെങ്കിൽ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ നല്ല മനസ്സോടുകൂടി, നല്ല നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയിരിക്കുന്നവൻ ആ പദത്തെ, പരമമായ പദത്തെ പ്രാപിക്കുന്നു. അതിൽ നിന്ന് പിന്നെ താഴോട്ട് വരുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും അത് തന്നെ തിരിച്ചും മറിച്ചും അത് തന്നെ ആൻസർ ചെയ്യുന്നത്. മരണശേഷം എന്ത് സംഭവിക്കുന്നു? പിന്നീടൊരു ലൈഫുണ്ടോ, അല്ലെ പിന്നീടൊരു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ജ്ഞാനിയായിട്ടുള്ള ആളുകൾക്ക്, ആത്മജ്ഞാനിയായിട്ടുള്ള ആളുകൾക്ക് പിന്നീട് ഒന്നുമില്ല. അതേസമയം ആ ജ്ഞാനത്തിലെത്താതെ ഉള്ള ആളുകൾക്കോ അവർ വീണ്ടും വീണ്ടും ഈ സംസാരത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനസാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഃ സ്വധ്വന പരമാപ്നോതി തദ് വിഷ്ണോ പരമം പദം. ഈ ജ്ഞാനിയായിട്ടുള്ള വിവേകമുള്ള ബുദ്ധി, അങ്ങനെയാണ് ഈ സാരഥിയെങ്കിൽ, ഈ സാരഥി ജ്ഞാനമാർജിച്ച ആളാണെങ്കിൽ, മനസ്സ് ആവുന്ന കടിഞ്ഞാണോടുകൂടി നിയന്ത്രിച്ച് നിർത്തുന്ന ആളാണെങ്കിൽ അവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ മറുകര പ്രാപിക്കുന്നു. അത് പരമാത്മാവിൻ്റെ സ്ഥാനം എത്തുമെന്ന് പറഞ്ഞ ആ സ്ഥാനം നേരത്തെ പറഞ്ഞത് ഇത് വ്യാപനശീലനായിട്ടുള്ള വിഷ്ണു, സർവവും വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവിൻ്റെ പദത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരമ്മന മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഹ. നമ്മൾ ഒന്നുകൂടി പറയണം, ആത്മാവിനെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങൾക്ക് ക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് വിഷയങ്ങൾ, അതിലും ഉയർന്ന തലത്തിലാണ് മനസ്സ്. ബുദ്ധി അതിലും ഉത്കൃഷ്ടമാകുന്നു. ഈ മഹാനായ ആത്മാവ് ബുദ്ധിയേക്കാൾ ഉത്കൃഷ്ടമാകുന്നു. മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷപര പുരുഷാന്ന പരം കിഞ്ചൽ സാ കാഷ്ഠാസാ പരാഗതി. അവിടെ ആത്മാവെന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ എന്നൊക്കെയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ആളുകൾ പല പല ടെർമിനോളജികൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ച് എനിക്ക് വന്ന് അതിൽ പോയി നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇതിന് മുകളിൽ ഈ ഹിരണ്യഗർഭനേക്കാൾ മഹത്തത്വത്തെക്കാൾ വലുതാണ് അവ്യക്തം അല്ലെങ്കിൽ മൂലപ്രകൃതി. പിന്നെ അതിലും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് പുരുഷൻ. ആ പുരുഷനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. അതിലേക്ക് അതിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതിലേക്കാണ് എത്തിച്ചേരേണ്ടത്. യശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാ ന പ്രകാശതേ ദൃശ്യതേ ത്വക്രയാ ബുദ്ധിയ സൂക്ഷ്മയാ സ്വപ്രദർശിവി. നമ്മളെല്ലാം ഉണ്ട്. ഈ ഉള്ള ആ പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ, ആത്മാവ്, പരമാത്മാവ് നമ്മളെല്ലാം ഉണ്ട്. പക്ഷെ അത് ഗൂഢമാണ്. അത് നമുക്ക് പ്രകാശിക്കുന്നില്ല. അത് ആർക്കും തന്നെ പ്രകാശിക്കുന്നില്ല. ഗൂഢാത്മാ ന പ്രകാശേഷ സർവേഷു ഭൂതേഷു. എല്ലാ ഭൂതങ്ങളിൽ, സൃഷ്ടിക്കപ്പെട്ട എല്ലാ സൃഷ്ടികളിലുമുണ്ട്. അത് ഗൂഢമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ സൂക്ഷ്മദർശികൾക്ക് വളരെ സൂക്ഷ്മമായ ബുദ്ധിയുണ്ട്. അവർക്കത് കാണപ്പെടുന്നുമുണ്ട് എന്ന് പറയുന്നു. യച്ചേത് വാങ്മനസി പ്രാജ്ഞസ്തത് യച്ചേത് ജ്ഞാന ആത്മനി ജ്ഞാനമാത്മനി മഹതി നിയച്ചേത്തം യച്ഛേച്ഛാന്ത ആത്മനി. അങ്ങനെ വാക്കിനെ മനസ്സിൽ നിയന്ത്രിക്കണം. മനസ്സിനെ ജ്ഞാനത്തിൽ, ആത്മാവിൽ, ബുദ്ധിയിൽ നിയന്ത്രിക്കണം. ബുദ്ധിയെ മഹത്വത്തിൽ നിയന്ത്രിക്കണം. അതിനെ അവസാനം ആത്മാവിൽ നിയന്ത്രിക്കണം. നമ്മളിങ്ങനെ ഒന്നൊന്നായി ഉള്ളിലേക്ക് നമ്മൾ വലിയണം. വെളിയിലേക്ക് പോകാനാണ് നമുക്ക് താല്പര്യം. ഇന്ദ്രിയങ്ങളുടെ കൂടുതൽ അല്ലേ, ഇന്ദ്രിയങ്ങളുടെ പുറകെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇവർ പറയുന്നു നമ്മൾ ഉള്ളിലോട്ട് പോകണം. ഇന്ദ്രിയങ്ങളെ ഉൾവലിഞ്ഞ് മനസ്സിലേക്കും ബുദ്ധിയിലേക്കും അതിൽ നിന്നും നമ്മൾ ആത്മാവിലേക്കും നമ്മൾ തിരിയണം എന്ന് പറയാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത ക്ഷുരസ്യ ധാര നിശിത ദുരത്യയാ ദുർഗം പതസ്തത് കവയോ വദന്തി. അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞാലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്ന പോലെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണിത്. അത് നമ്മൾ സാധിക്കണമെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള
ഗുരുക്കന്മാരെ, ആചാര്യന്മാരെ കാലിൽ വീണ് അവരെ ആശ്രയിച്ചാൽ നമുക്ക് ഈ കാര്യം ഇങ്ങനെ സാധിക്കും. നമുക്ക് ഉണരാൻ സാധിക്കും. ആത്മാവിൻ്റെ തലത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറയാം. ഉത്തിഷ്ഠത ജാഗ്രത അല്ലേ, വിവേകാനന്ദൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന ഈ കഠോപനിഷത്താണ്. അശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവച്ചയത് അനാദ്യനന്തം മഹത പരം ധ്രുവം നിജായ തൻ മൃത്യുമുഖാത് പ്രമുച്യത്തെ. അപ്പം ഇങ്ങനെ ഈ നിത്യമായിട്ടുള്ള ഈ ശബ്ദമില്ലാത്തതും സ്പർശമില്ലാത്തതും രൂപമില്ലാത്തതും ഈ ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം അതീതമായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊന്നുമില്ലാത്ത അന്തമാദികളില്ലാത്ത പരമമായിട്ടുള്ള ഈ വസ്തു എന്താണോ അതിനെ അറിഞ്ഞിട്ട് മരണത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. അങ്ങനെ അറിയുന്നവൻ മരിക്കുന്നില്ല, അവൻ മരണത്തിൽ നിന്നും മുക്തനായിത്തീരും എന്നാണ് പറയുന്നത്. നചികേതമുപാഖ്യാനം പൃഥ്വിപ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകേ മഹീയത്തെ. ഈ നചികേതനോട് പറഞ്ഞു കൊടുത്ത ഈ ഉപാഖ്യാനത്തെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളവർ, മനസ്സിലാക്കുന്നവർ ഇത് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് ആത്മജ്ഞാനത്തിലെത്തിയാൽ, ആത്മാവ് വെളിവായാൽ നമ്മൾ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു എന്ന് പറയാണ്. ഏമം പരമം ഗുഹ്യം ശ്രാവയത് ബ്രഹ്മസംസതി പ്രേത ശ്രാദ്ധകാലേവ തദാനന്ദ്യായ കൽപ്പതേ. അത് ഈ അത്യന്തം രഹസ്യമായിട്ടുള്ള ഈ തത്വം ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ, ആത്മാവിനെ അറിഞ്ഞാൽ നമ്മൾ അന്തമാദികളില്ലാത്ത ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ള ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കി ഇതിനെ നമ്മൾ ബ്രഹ്മസംസതി അല്ലെങ്കിൽ ശ്രാദ്ധകാലത്ത് ഒക്കെ കേൾപ്പിക്കുന്നവർ അനന്തമായ ഫലം കിട്ടുന്നു. അത് കിട്ടാൻ അവർ ശക്തരായി തീരുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമത്തെ വല്യ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.